നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദീപക്. ഞാൻ തൃശ്ശൂർ ആത്രയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഓർത്തോപെഡിക്സ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ജെറിയാട്രിക് ട്രോമയായിരുന്നു. ജെറിയാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരിൽ വരുന്ന അസ്ഥിസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ എമർജൻസി റൂമിൽ ഏറ്റവും കൂടുതൽ ദ ഫ്രാക്ചേഴ്സ് വി കം അക്രോസ് ആർ ഫ്രാക്ചേഴ്സ് ക്ലോസ് ടു ദ പെൽവിസ് ഓഫ് ദ ബോഡി. അതായത് അരക്കെട്ടിനോട് ചേർന്നുള്ള തുടയലിൻ്റെ പൊട്ടലുകളാണ് ഏറ്റവും കോമൺ ആയി വരുന്ന രണ്ട് തരം ഫ്രാക്ചേഴ്സ്. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, മാൻ ഇസ് ബോൺ ത്രൂ പെൽവിസ് ആൻഡ് മാൻ ഗോസ് ത്രൂ പെൽവിസ്. അഥവാ മനുഷ്യൻ അരക്കെട്ടിലൂടെ ജനിക്കുന്നു, അരക്കെട്ടിലൂടെ മരിക്കുന്നു എന്ന്. അരക്കെട്ടിനോട് ചേർന്നുള്ള തുടയലിൻ്റെ പൊട്ടലുകൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തായാലും മരിക്കും. അതായത് മനുഷ്യനെ മരണത്തിലേക്ക് എത്താനുള്ള ഒരു പ്രകൃതിയുടെ മാർഗ്ഗമായിരുന്നു തുടയലിൻ്റെ തലഭാഗവും അതിനോട് ചേർന്നുള്ള കഴുത്ത്. അരക്കെട്ടിനോട് ചേർന്നുള്ള തുടയലിൻ്റെ പൊട്ടലുകൾ വന്നാൽ മനുഷ്യൻ എന്തായാലും മരിക്കും. അങ്ങനെയായിരുന്നു പണ്ട് കാലം വരെ. ഓർത്തോപെഡിക്സ് എന്ന ബ്രാഞ്ച് വികസിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് അരക്കെട്ടിനോട് ചേർന്നുള്ള പൊട്ടലുകൾ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പണ്ട് കാലം പോലെ ഒരു ആളെക്കൊല്ലിയായിട്ടുള്ള ഒരു ട്രോമയല്ല ഈ തുടയലിൻ്റെ പൊട്ടലുകൾ എന്ന് പറയുന്നത്. ഈ പൊട്ടലുകളിൽ തന്നെ നമുക്ക് വളരെ കോമൺ ആയി വരുന്നത് തുടയലിൻ്റെ കഴുത്തുഭാഗത്തുള്ള പൊട്ടലും കഴുത്തുഭാഗത്തിനോട് ചേർന്നുള്ള തുടയലിൻ്റെ ഷാഫ്റ്റിൻ്റെ പൊട്ടലുമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ടേം ചെയ്തിരിക്കുന്നത് നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്നും ഇൻ്റർട്രൊക്കാൻട്രിക് ഫീമർ ഫ്രാക്ചർ എന്നുമാണ്. ഓർത്തോപെഡിക്സ് വികസിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സർജറികളിലും നിരവധി പുരോഗതികൾ വന്നിട്ടുണ്ട്. തുടയലിൻ്റെ കഴുത്തുഭാഗം പൊട്ടുകയാണെങ്കിൽ നമ്മൾ ആ കഴുത്തുഭാഗവും അവിടെ നിന്നുള്ള തലഭാഗവും നീക്കം ചെയ്ത് പകരം ഇരുമ്പിൻ്റെ ഒരു ബോളും ഒരു സ്റ്റെമ്മും വെക്കുകയാണ്. ബൈപോളാർ ഹെമി ആർത്രോപ്ലാസ്റ്റി എന്ന സർജറിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് വരുന്ന പൊട്ടലാണ് ഇൻ്റർട്രൊക്കാൻട്രിക് ഫീമർ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഈ ഫ്രാക്ചറുകളെ ട്രീറ്റ് ചെയ്തിരുന്നത് മൊത്തമായി തുടയുടെ പ്രോക്സിമലായിട്ടുള്ള എൻഡ് മുഴുവൻ തുറന്ന് അവിടെ വലിയൊരു കമ്പി ഇടുകയൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് വളരെ ചെറിയ ഇൻസിഷനിലൂടെ 5-6 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഇൻസിഷനിലൂടെ ഇങ്ങനെയുള്ള പൊട്ടലുകളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. നന്നായി പോകുന്ന സർജറി ആണെങ്കിൽ 3-ാം ദിവസം മുതൽ പേഷ്യൻറ്റിന് വീണ്ടും നടക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പൊട്ടലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം അവസാനിച്ചെന്ന് കരുതേണ്ട കാര്യമില്ല. നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി കാരണം വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. മാൻ is still being born through pelvis, but he need not necessarily go through pelvis anymore. Thank you.